ഇപ്പോൾ ചേർത്തലയിലെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ചേർത്തലയിൽ പരിശോധന നടത്തുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ജൈനമ്മയുടെ ഉൾപ്പെടെ DNA പരിശോധന കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലം അല്പസമയത്തിനകം തന്നെ ലഭിക്കും. ഇപ്പോൾ ചേർത്തലയിൽ വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഏകദേശം ഏക്കർ കണക്കിന് ഭൂമിയാണ് സെബാസ്റ്റ്യന്റെ ഇപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സംവിധാനം ഉപയോഗിച്ചുള്ള സംവിധാനത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ശരത്തുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, വലിയ രീതിയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്താനാണ് തീരുമാനം. എന്താണ് നിലവിൽ അന്വേഷണ സംഘം ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സംവിധാനം എത്തിച്ചിട്ടുണ്ടോ നിലവിൽ? നിലവിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലൊക്കേറ്റ് ചെയ്ത കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണു നീക്കിയുള്ള പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വീടിന്റെ പുറകുവശത്തായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിൽ മണ്ണ് നീക്കി പരിശോധിച്ചെങ്കിൽ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്നത്. ഇതിനൊപ്പം 10ഓളം വിവിധ സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് യന്ത്രം ഉപയോഗിച്ച് ചില സംശയങ്ങൾ കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് ആ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത ശേഷം ഇപ്പോൾ അവിടങ്ങളിൽ മണ്ണു നീക്കിയുള്ള പരിശോധനയാണ്. എന്തായാലും ഈ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ കൂടുതൽ അസ്ഥികൾ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. കാരണം നിരവധി സ്ത്രീകളെ, ഈ കാണാതായ സ്ത്രീകളൊക്കെ തന്നെ ഈ സെബാസ്റ്റ്യൻ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അത് ഈ 2.5 ഏക്കർ പറമ്പിൽ ഉണ്ടാകുമെന്ന വിശ്വാസവും അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും വീണ്ടും പരിശോധനയ്ക്കായി ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇന്നിപ്പോൾ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഈ മണ്ണു നീക്കിയും മറ്റു വീട്ടിലെ പരിശോധനയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കൂടി പരിശോധന നടത്തുന്നു. നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് ബിന്ദു തിരോധാന കേസ് അടക്കമുള്ള ഐഷ തിരോധാന കേസ് അടക്കമുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എന്തായാലും പരിശോധന നടക്കുന്നത്. ശരത്ത്, ഈ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴി വിശദമായി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നല്ലോ. എന്തെങ്കിലും സൂചന, ഈ കാണാതായ സ്ത്രീകളെ അറിയാം എന്നുള്ള തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ഭാര്യ നൽകിയിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരം? പ്രധാനമായും ഇന്നിപ്പോൾ ചോദിച്ചത് പ്രധാന കാര്യം ഈ സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യങ്ങളിൽ ഭാര്യ ചില മൊഴികൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ സെബാസ്റ്റ്യനും കാണാതായ ബിന്ദു പത്മനാഭനുമായുള്ള ബന്ധത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെ കുറിച്ചും അടക്കം ചോദ്യങ്ങളുണ്ടായിരുന്നു. അക്കാര്യങ്ങളിലും ഭാര്യ മറുപടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഭാര്യയുടെ ചോദ്യം ചെയ്യൽ അവസാനിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും സാക്ഷികളാക്കാനുമുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടക്കുന്നത്. വൈകാതെ തന്നെ ഈ ഐഷ തിരോധാന കേസിൽ സാക്ഷി എന്ന് കരുതുന്ന റോസമ്മ, അതായത് ഐഷയും സെബാസ്റ്റ്യനും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ അറിയാവുന്ന ഒരാൾ റോസമ്മയാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ റോസമ്മയെ കൂടി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നൊപ്പം തന്നെ ഇത്തരത്തിൽ സാക്ഷികളെ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ചേർത്തലയിൽ ഇപ്പോൾ പുതിയ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുകയാണ്.